ഇന്നത്തെ വീഡിയോ കണ്ടന്റിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ക്ലിക്ക് ബോർഡ് എന്നൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ക്ലിക്ക് ബോർഡ്. അതായത് നമ്മുടെ ഫോണിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ സാധാരണ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ക്ലിക്ക് ബോർഡിലോട്ടായിരിക്കും സേവ് ആവുന്നത്. ആദ്യം ഇവിടെ നിന്ന് വീണ്ടും നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തോട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യും. പക്ഷേ നമ്മുടെ ഫോണിൽ കിടക്കുന്ന ക്ലിക്ക് ബോർഡിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഒരുപാട് ടെക്സ്റ്റും അതേപോലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അതിലോട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഏകദേശം ഒരു 15-20 ടെക്സ്റ്റുകൾ മാത്രമാണ് നമുക്ക് അതിലോട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. പക്ഷേ ഞാൻ പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഏകദേശം ഒരു 500-ൽ പരം ടെക്സ്റ്റുകൾ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. തീർച്ചയായും വീഡിയോ മുഴുവനായി കാണുക. എന്നാൽ മാത്രമാണ് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് ക്ലിക്ക് ബോർഡ് ആക്ഷൻ എന്നാണ്. ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ അവരുടെ ഹോം സ്ക്രീനിൽ നമ്മൾ എന്താണോ നമ്മുടെ മൊബൈലിൽ നിന്ന് കോപ്പി ചെയ്തത് ആ ഒരു കോപ്പി ടെക്സ്റ്റ് നമുക്കിവിടെ അവരുടെ ഹോം സ്ക്രീനിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ താഴെ നിങ്ങൾക്ക് പ്ലസ് ബട്ടണിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതൊരു ടെക്സ്റ്റും നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് നമുക്ക് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ കാണുന്ന 3 ഡോട്ടിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടനവധി ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. കോപ്പി, എഡിറ്റ് ലേബിൾസ്, ഡിലീറ്റ്, അച്ചീവ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ എഡിറ്റ് എന്നൊരു ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം. അതേപോലെ തന്നെ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും ഓപ്പൺ എന്നൊരു ഭാഗം കാണാൻ പറ്റും. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ലിങ്ക് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യാം. അതേ ഫേസ്ബുക്കിൽ വരുന്ന വീഡിയോസ് അതേപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ താഴെ നിങ്ങൾക്ക് ഷെയർ എന്നൊരു ഭാഗം കൂടി കാണാം. അതായത് ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് വേറൊരു ആപ്ലിക്കേഷനിലോട്ട് നമുക്ക് നേരിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ തൊട്ടപ്പുറത്ത് സെർച്ച് എന്നൊരു ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ടെക്സ്റ്റാണോ നമുക്ക് ഗൂഗിൾ വഴി സെർച്ച് ചെയ്യേണ്ടത്, അതായത് ഏതെങ്കിലും ഒരു ന്യൂസിനെ കുറിച്ച് ആണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് സേവ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെർച്ച് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ന്യൂസിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഗൂഗിൾ വഴി നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഓൺ മാപ്പ്, അതായത് ഗൂഗിൾ മാപ്പിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വഴി കൂടി, അതായത് ഈ ഒരു ഓപ്ഷനോട് കൂടി നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അവിടെ കാണാം, ട്രാൻസ്ലേറ്റ് എന്നൊരു ഭാഗം കൂടി കാണാം. അതായത് ഏതെങ്കിലും ഒരു ഭാഷയിലുള്ള ഒരു ടെക്സ്റ്റ്, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് നമ്മൾ ഇതിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഈ ട്രാൻസ്ലേറ്റ് എന്നൊരു ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മളെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ആ ഒരു പേജിലോട്ട് പോയി കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള ഭാഷയിലോട്ട് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് നമുക്ക് സിമ്പിളായി തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ സ്പീക്ക്, അതായത് നമ്മൾ ആ ഒരു സേവ് ചെയ്ത ആ ഒരു ടെക്സ്റ്റ് നമുക്ക് അതായത് വായിച്ച് കേൾപ്പിക്കുന്ന ഒരു ഓപ്ഷനും കൂടി ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. കാരണം ഒട്ടനവധി ടെക്സ്റ്റും കാര്യങ്ങളാണ് നമ്മൾ ദിവസേന നമ്മുടെ ഫേസ്ബുക്ക് വഴിയും അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് വഴിയൊക്കെ നമ്മൾ കോപ്പി ചെയ്ത് നമ്മുടെ ഫോണിൽ സൂക്ഷിക്കുന്നത്. എന്നാൽ നമ്മുടെ മൊബൈലിൽ കിടക്കുന്ന ക്ലിക്ക് ബോർഡിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതായത് കൂടുതൽ ഏകദേശം ഒരു 30 അല്ലെങ്കിൽ ഒരു 20 ടെക്സ്റ്റ് മാത്രമാണ് നമ്മുടെ മൊബൈലിൽ സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതേപോലുള്ള ചെറിയ MB-യിലുള്ള ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 500 അല്ലെങ്കിൽ 1000 ടെക്സ്റ്റ് വരെ നമുക്ക് നമ്മുടെ മൊബൈലിലോട്ട് സൂക്ഷിക്കാൻ പറ്റുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. തീർച്ചയായും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്